ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തമിഴിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. മോണിറ്റൈസ് ചെയ്യാമെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു കടമ്പയാണോ എന്ന് ചോദിച്ചാൽ ലക്കെന്നൊക്കെ പറയും. അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെ മോണിറ്റൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ആയിരിക്കും കൂടുതൽ പേരും അങ്ങനെ ആയിരിക്കും. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചാനൽ മോണിറ്റൈസ് ആവുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി. കാരണം പിള്ളേർ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ഗ്രൗണ്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണും. അപ്പം എങ്ങനെയാണ് ഞാൻ ചാനൽ മോണിറ്റൈസ് ആക്കിയതെന്ന് വെച്ചാൽ അത് അത്യാവശ്യം വലിയൊരു കടമ്പ തന്നെയാണ്. ഞാൻ ഏപ്രിലാണ് ഫസ്റ്റ് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കരുതിയത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മോണിറ്റൈസ് എന്നുള്ളൊരു കടമ്പ കിടക്കാൻ ആദ്യം വേണ്ടത് 4000 വാച്ച് അവറും അതേപോലെ തന്നെ അത് ഒന്നെങ്കിൽ 4000 വാച്ച് അവർ ഇല്ലെങ്കിൽ 10 മില്യൺ 10 ലക്ഷം ഷോർട്സ് വ്യൂസുമാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പം മോണിറ്റൈസ് ആക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഷോർട്സിലൂടെയാണ് ആക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഡെയിലി ഷോർട്സ് ഇടണം. ആ ഷോർട്സ് ഇടുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇടുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പം ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവരിലേക്ക് കൂടുതൽ അവർ വ്യൂ ചെയ്യാൻ ചാൻസസ് ഉള്ള വീഡിയോസ് ചെയ്തിട്ടാൽ ഷോർട്സിൽ നിന്നായിരിക്കും നമുക്ക് പെട്ടെന്ന് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അതല്ല ഷോർട്സൊക്കെ ഡെയിലി ചെയ്യാൻ ചിലപ്പം പറ്റത്തില്ല. കാരണം ഇപ്പം ഞാനൊരു കാര്യം പറയും, ഒരുപാട് യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പം ഇപ്പം ഞാൻ ആ ഒരു രീതിയിലോട്ട് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അത് ആ ഒരു 10 മിനിറ്റത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി അവർ കുറേ അധികം എന്തായാലും ഒരു കഷ്ടപ്പാടും എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ഇപ്പം എന്നും വീഡിയോസ് ഷോർട്സ് ഇടാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം നമുക്ക് വ്യൂസ് നോക്കിയിരുന്നാൽ നമുക്ക് വാച്ച് അവർ ജന്മത്താകത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, 365 ഡേയ്സിനുള്ളിൽ നമ്മളിത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ വീണ്ടും ആദ്യം മുതൽ നമ്മൾ ഇതിൻ്റെ ക്രൈറ്റീരിയ നോക്കി തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പണി പാളും. അപ്പം എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ കരുതി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 365 ഡേയ്സ് കംപ്ലീറ്റ് ആക്കുന്ന ഈ ഒരു ഏപ്രിൽ 2 ആകുമ്പോഴാണ്. പക്ഷേ ഡിസംബർ ലാസ്റ്റോട് കൂടി ഒരു ന്യൂ ഇയർ ഒരു ഗിഫ്റ്റ് പോലെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയത്. ഈ മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിനി പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് അതിനേക്കാട്ടി വലിയൊരു കടമ തന്നെയാണ്. നമുക്കറിയാം, $100 ആയിക്കഴിഞ്ഞാലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. $100 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 8000 സംതിങ് എന്തോ ആണ്. അത് കഴിയുമ്പോഴേ അത് കിട്ടി ആഡായി കഴിയുമ്പോഴേ നമുക്ക് അതേപോലെ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ അത് രണ്ടാമത്തെ കാര്യമാണ്. എങ്ങനെയെങ്കിലും ചാനൽ മോണിറ്റൈസ് ആക്കുക എന്നുള്ളതാണ് വലിയൊരു ലക്ഷ്യം. കാരണം പലരും പകുതി വഴിയിൽ ഇട്ടേച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം മോണിറ്റൈസ് ആക്കിയില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് ഫീൽ വരും. അയ്യോ, ഇനി ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, എന്തിനാണ് ചെയ്യുന്നത്, എനിക്ക് പലവട്ടവും നിർത്തിപ്പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നിർത്തരുത്. കാരണം നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്കത് ആവും. കാരണം നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് എപ്പോഴെങ്കിലും വൈറലാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കണ്ടൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എപ്പോഴെങ്കിലും വൈറലാവും. കാരണം എനിക്ക് ഒരു 53K വ്യൂസ് ഉള്ളൊരു വീഡിയോ ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഏകദേശം ഒരു 1500 അടുത്തോളം വാച്ച് അവർ ആ ഒരൊറ്റ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 18K വീഡിയോ ഉണ്ട്. അതിൽ നിന്നൊരു 600 വാച്ച് അവർ. അങ്ങനെ അതും ഒറ്റയടിക്ക് കയറിയതല്ല, ഇങ്ങനെ ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാരിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ വീഡിയോസ് എനിക്ക് 150 വ്യൂസ് ഉള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒറ്റയടിക്ക് എല്ലാം ഇല്ലെങ്കിൽ എല്ലാം ഇത്ര വ്യൂസ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് വീഡിയോ ചെയ്താൽ ഒരിക്കലും കിട്ടത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്, മുൻപോട്ട് കൊണ്ടുപോവുക. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് മോണിറ്റൈസ് ചെയ്തെടുക്കുക എന്നുള്ളത്. വലിയൊരു കടമ്പയാണ്. പലർക്കും അറിയാം, പല ചാനലിലും യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം, ഇതുവരെ മോണിറ്റൈസ് ചെയ്യാത്ത ആൾക്കാർക്കും അറിയാം. ഇതുവരെ മോണിറ്റൈസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് മോണിറ്റൈസ്ഡ് ആയത്, ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ടൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ, ഇനിയും പുതിയ യൂട്യൂബ് ചാനൽസൊക്കെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. താമസിക്കാതെ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻസ് എനിക്കറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ജേണി എന്താണ്, ഒരു മോണിറ്റൈസേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു, എത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തത് എല്ലാം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് മോണിറ്റൈസ് ആയി അതിൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എനിക്കിപ്പോൾ ഒരു 2000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ അത് വളരെ ചെറിയ സബ്സ്ക്രൈബേഴ്സാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടെല്ലാം ഒരുപാട് താങ്ക്സ്. അവരോട് മാത്രമല്ല, നമ്മുടെ വ്യൂവേഴ്സിനോടായാലും
ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് കടമ്പകൾ ഇനി പോകാനുണ്ട്, അതിലൊക്കെ എത്തിച്ചേരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.